ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും ഏതോ ജന്മകൽപ്പന പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പൊ എന്താ ഒരു പ്രൊമോയില് നമ്മുടെ ശ്രുതിയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാട്ടോ, നമ്മുടെ അമ്മയും അമ്മായിയും കാണാൻ വേണ്ടി. എന്നിട്ട് ശ്രുതി പറയുന്നുണ്ട്, ഞാൻ എന്തിന് ഇത്രയും പെട്ടെന്ന് ഈ ഒരു തീരുമാനം എടുത്തു എന്നതല്ലേ നിങ്ങൾക്ക് അറിയേണ്ടത്. ആ ഒരു കാരണം നിങ്ങളോട് വ്യക്തമാക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വീടിനുള്ളിലോട്ട് ഇരച്ചു മറിച്ച് കയറുന്നുണ്ട് കേട്ടോ. അപ്പൊ തന്നെ നമ്മുടെ അമ്മായിയൊക്കെ ചോദിക്കുന്നുണ്ട്, നീ ഉത്തരവും കെട്ടിപ്പിടിച്ചിട്ടാണോ വന്നിരിക്കുന്നത്, എന്നാ നീ ഒന്ന് പറയടി എന്ന് പറയുന്നുണ്ട്. അപ്പൊ ശ്രുതി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ കുറച്ചു നേരത്തേക്ക്. അപ്പുറത്ത് നമ്മുടെ അശ്വിന്റെ വീട്ടിലാണെങ്കിൽ അവിടെ നമ്മുടെ അശ്വിനെ ഇട്ട് വളഞ്ഞിരിക്കുകയാണ് നമ്മുടെ മനോരമയും നമ്മുടെ മുത്തശ്ശിയും അഞ്ജലിയും. അപ്പൊ മുത്തശ്ശി ഇങ്ങനെ പറയുന്നുണ്ട്, ശ്രുതി ഞങ്ങളോട് പറഞ്ഞത് ഈ വിവാഹം എന്തിന് ഇത്രയും പെട്ടെന്ന് ചെയ്തു എന്നുള്ളൊരു കാര്യം, ആ ഒരു കാരണം അവളുടെ വീട്ടുകാരെ വ്യക്തമാക്കാൻ വേണ്ടിയാണ് അവൾ പോയതെന്നാണല്ലോ അവൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്. അപ്പൊ ആ ഒരു കാരണം നിനക്കും അറിയാം, മര്യാദയ്ക്ക് നീ അത് പറഞ്ഞോ എന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. അവളുടെ വീട്ടുകാരെ ബോധ്യപ്പെടുത്തുന്നത് പോലെ നീ ഞങ്ങളെയും ബോധ്യപ്പെടുത്തിയിരിക്കണം, അത് ഞങ്ങൾക്ക് ആവശ്യമാണ് എന്നൊക്കെ കടുപ്പിച്ച് തന്നെ പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ മുത്തശ്ശി. അപ്പൊ നമ്മുടെ മനോരമയും അഞ്ജലിയും എല്ലാവരും ആ ഒരു കാരണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ ശ്രുതി അപ്പുറത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, നമ്മുടെ അമ്മായിയോടും അമ്മയോടും നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് കേട്ടോ, ഈ ഒരു കാരണം ഞാനല്ല പറയാൻ പോകുന്നത്, എന്റെ ഭർത്താവാണ്, എന്റെ ഹസ്ബൻഡാണ്, നിങ്ങൾ നോക്കിക്കോ ഇപ്പൊ തന്നെ ഹസ്ബൻഡ് വരും എന്ന് പറഞ്ഞ് നിൽക്കാതെ തന്നെ നമ്മുടെ അശ്വിൻ ആ ഒരു വീടിന് പുറത്ത് വരുന്നതും നമ്മുടെ അമ്മനോടും അമ്മായിയോടും എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മുടെ അശ്വിൻ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ എന്തൊക്കെയായിരിക്കും കാര്യങ്ങൾ, നമ്മുടെ അശ്വിൻ പറയുന്ന ആ ഒരു കള്ളക്കഥ എന്തായിരിക്കും അല്ലെ പ്രേക്ഷകർ? അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.